എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +1 കുട്ടികളുടെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒരു സീരീസ് പോലെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ തന്നെ 10ാമത്തെ ചാപ്റ്ററായ കോണിക് സെക്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. 7 മാർക്കാണ് ഹയർ സെക്കൻഡറി എക്സാമിന് നമ്മുടെ വരുന്ന ഹയർ സെക്കൻഡറി 25-ാം തീയതിത്തെ ഹയർ സെക്കൻഡറി മാത്സ് എക്സാമിൻ്റെ വെയിറ്റേജ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന 7 മാർക്കായിരിക്കും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ 7 മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ ഈ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് കോണിക് സെക്ഷൻ, എന്താണ് ഈ കോണിക് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ? കോണിൻ്റെ സെക്ഷനുകളാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നതെന്ന് പെട്ടെന്ന് പറയാം. കോണിൻ്റെ സെക്ഷനുകളാണ് കോണിക് സെക്ഷൻസ്. കുറച്ചൊരു ഡീപ്പായിട്ട് പറഞ്ഞാൽ, കോണിക് സെക്ഷൻസ് ആർ ദ കർവ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർസെക്റ്റിംഗ് എ റൈറ്റ് സർക്കുലർ കോൺ ബൈ എ പ്ലെയിൻ. ഒരു റൈറ്റ് സർക്കുലർ കോണിനെ ഒരു പ്ലെയിനുമായിട്ട് കട്ട് ചെയ്യിപ്പിക്കുമ്പം വരുന്ന ഫിഗറുകളെയാണ് എന്ത് വിളിക്കുന്നത്, കോണിക് സെക്ഷൻ എന്ന് വിളിക്കുന്നതെന്ന് പറയാം. ഓക്കെ, ഒരു റൈറ്റ് സർക്കുലർ കോണിനെ ഒരു പ്ലെയിനുമായിട്ട് കട്ട് ചെയ്യിപ്പിക്കുമ്പോൾ, അപ്പോൾ റൈറ്റ് സർക്കുലർ കോൺ എങ്ങനെ വന്നു എന്നറിയണം. ശ്രദ്ധിക്കേണ്ടത്, ഒരു വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ എം എന്ന് പറയുന്ന മറ്റൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ചരിഞ്ഞൊരു ലൈൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആൽഫയാണ്. എല്ലിൻ്റെ എമ്മിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആൽഫയാണ്. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്, കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് വി, വെർട്ടെക്സ് വി. അപ്പം എൽ എന്ന് പറയുന്നൊരു വെർട്ടിക്കൽ ലൈൻ, എം എന്ന് പറയുന്നൊരു ഇൻക്ലൈൻഡ് ലൈൻ, കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് വി ആണ്. അവർക്കിടയിലുള്ള ഈ രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള ആംഗിൾ ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിളിനെ മാറ്റാതെ ആൽഫ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട്, ആൽഫ റിമെയിൻസ് കോൺസ്റ്റൻ്റ്, ആൽഫയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് ഈ വിയിൽ കൂടെ കറക്റ്റ് ആ വിയിൽ തന്നെ കടന്നു പോകുന്ന രീതിയിൽ ആൽഫയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ എം എന്ന് പറയുന്ന ലൈനിനെ പിടിച്ച് കറക്കുകയാണ്. എം എന്ന് പറയുന്ന ലൈനിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എല്ലാം അവിടെ ഫിക്സഡ് ആക്കി നിർത്തും. ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, ആൽഫക്ക് മാറ്റമില്ല, എല്ലിന് മാറ്റമില്ല, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന പോയിന്റിന് മാറ്റമില്ല. ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഈ ആംഗിൾ ആൽഫ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഈ എമ്മിനെ ഇങ്ങനെ കറക്കുമ്പം വരുന്ന ഫിഗറിനെയാണ് നമ്മൾ ഡബിൾ നേപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പിനെ വിളിക്കുന്നതാണ് ഡബിൾ നേപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. ഓക്കെ, ഡബിൾ നേപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. ഈ എല്ലാണ് നമ്മുടെ ഫിക്സഡ് ലൈൻ. ഈ എം ഇട്ട് കറക്കുമ്പോൾ അല്ലേ നമുക്ക് ഈ ഒരു ഡബിൾ നേപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞൊരു ഫിഗർ കിട്ടുന്നത്. അതുകൊണ്ട് ഈ എം കാരണമാണ് ഈ ഒരു ഫിഗർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എമ്മിനെ വിളിക്കുന്നതാണ് ജനറേറ്റർ. ഓക്കെ, എം ജനറേറ്റർ. ഇത് വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇത് ഏതാണ്, ആൽഫയാണ്. എല്ലിനെ നമ്മൾ ആക്സിസ് എന്ന് പറയാറുണ്ട്. ആക്സിസ് ആയിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ട് എമ്മിനെയാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എം ജനറേറ്റർ. ഓക്കെ, അപ്പോൾ വന്ന ഫിഗറാണ് ഏത്, നമ്മുടെ ഡബിൾ നേപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. ഇതിൻ്റെ അപ്പർ പാർട്ടിനെ വിളിക്കുന്നതാണ് അപ്പർ നേപ്പിസ്, ലോവർ പാർട്ട് ലോവർ നേപ്പിസ്. ഓക്കെ, 2 നേപ്പിസാണ് ഇതിന്. ഫിഗറിന് പറയുകയാണെങ്കിൽ ഡബിൾ നേപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. അതിൽ ഏതെങ്കിലും ഒരു അപ്പർ നേപ്പിസോ ലോവർ നേപ്പിസോ അതിൽ ഏതെങ്കിലും ഒരാളുമായിട്ട് നമ്മളൊരു പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു പ്ലെയിൻ ഗേറ്റ് ആണ്, ഒരു പേപ്പർ പോലത്തെ ഒരു പീസ്, ഒരു പ്ലെയിൻ ഗേറ്റുമ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ ബീറ്റ ആണ്. പ്ലെയിൻ ഗേറ്റുമ്പോൾ ആ പ്ലെയിനും ഈ ഒരു ആക്സിസുമായിട്ട്, നമ്മുടെ എന്ന് പറയുന്ന ഒരു ആക്സിസുമായിട്ട് വരുന്ന ആംഗിളിനെ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ആംഗിൾ പറഞ്ഞു, ആൽഫ പറഞ്ഞു, ബീറ്റ പറഞ്ഞു. പ്ലെയിൻ കയറ്റുമ്പോൾ വരുന്ന ആംഗിൾ ബീറ്റ. നമ്മൾ കയറ്റുന്ന ആ ഒരു പ്ലെയിൻ കറക്റ്റ് 90 ഡിഗ്രി, പക്ക 90 ഡിഗ്രിയിലാണ് ഒരു പ്ലെയിൻ കയറുന്നതെങ്കിൽ, കറക്റ്റ് പക്ക 90 ഡിഗ്രിയിലാണ് കയറുന്നതെങ്കിൽ അത് ഈ സർഫസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഷേപ്പ് ഏതാ, ബീറ്റ 90 ആണെങ്കിൽ ഫിഗർ സർക്കിളാണ്. ആ കോണിക്കിനെ വിളിക്കുന്നതാണ് സർക്കിൾ. അങ്ങനെ 4 കോണിക്കാണ് നമുക്ക് പഠിക്കാനുള്ള. ഈ ഒരു പ്ലെയിൻ കയറ്റുമ്പോൾ വരുന്ന 4 കോണിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബീറ്റ 90 ആണെങ്കിൽ സർക്കിൾ. ബീറ്റയും ആൽഫയും സെയിം ആണെങ്കിൽ, ബീറ്റ എന്ത് വരുമോ അത് തന്നെയാണ് ആൽഫയും നമ്മളാക്കിയാൽ. ബീറ്റ ഇപ്പം 45 ഡിഗ്രി ആണോ, അപ്പം ആൽഫയും 45 ഡിഗ്രി. ഓക്കെ, ബീറ്റയും ആൽഫയും സെയിം ആണെങ്കിൽ ആ ഫിഗർ പരാബോളയാണ്. 90യെക്കാട്ടി ചെറുത് ബീറ്റയെക്കാട്ടി ചെറുത് ആൽഫ. ഈ ബീറ്റ എന്ന് പറഞ്ഞ ആംഗിളിനെക്കാട്ടി ചെറുതായിട്ട് ഈ ആൽഫ എടുക്കുകയാണ്. ഇപ്പം ബീറ്റ ഒരു 60 എടുത്താൽ ആൽഫ അതിനെക്കാട്ടി ചെറുതേ നമ്മൾ എടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 90യെക്കാട്ടി ചെറുതാണ് ബീറ്റ, അതിനെക്കാട്ടി ചെറുതാണ്
ആൽഫ. 90യെക്കാട്ടി ചെറുതാണ് രണ്ടുപേരും. ഓക്കെ, ബീറ്റയും ആൽഫയും. അതിൽ തന്നെ ബീറ്റയെക്കാട്ടി ചെറുതാണ് ആൽഫ എങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന സെക്ഷൻ ഒരു എലിപ്സ് ആയിരിക്കും. ഇനി 0 ≤ ബീറ്റ ആൽഫ, ബീറ്റ ആൽഫ, അവിടെ 90 അങ്ങനൊന്നും പറയുന്നില്ല. എടുക്കുന്ന ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കണം, ആൽഫയെക്കാട്ടി ചെറുതായിരിക്കണം ബീറ്റ. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷൻ എന്തായിരിക്കും? ഒരു ഹൈപ്പർബോള ആയിരിക്കും. നമുക്ക് ഈ കറക്റ്റ് കട്ട് ചെയ്യുന്ന ഒരു ഫിഗർ നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ പക്കായിട്ട് മനസ്സിലാവും. മക്കളെ അപ്പോൾ ആ ബോഡി കാണുന്ന ഒരു ഫിഗറിലോട്ട് നോക്കുക. സർക്കിൾ എങ്ങനെ ആകുന്നു, സർക്കിൾ വരണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണം, എലിപ്സ് വരണമെങ്കിൽ എങ്ങനെയാണ് അത് കട്ടായിരിക്കുന്നത്, പാരാബോള ആണെങ്കിൽ എങ്ങനെ കട്ടായിരിക്കുന്നു, ഹൈപ്പർബോള ആണെങ്കിൽ എങ്ങനെ കട്ടായിരിക്കുന്നു എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിലോട്ട് നോക്കിയാൽ വൃത്തിയായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു ഫിഗറിൽ നിന്നും ഈ ഒരു ഫിഗറൂടെ നോക്കിയാൽ വൃത്തിയായിട്ടിടുന്ന കട്ട് ഒരു ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ എല്ലാം കട്ട് ചെയ്തേക്കുന്നത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഫിഗറൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യത്തെ ഫിഗറായ സർക്കിളിലേക്ക് പോകാം. 4 ടൈപ്പ് കോണിക്കുണ്ടെന്ന് പഠിച്ച് അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് കോണിക്കാണ്. ഒന്നാമത്തെ സർക്കിളാണ്. സർക്കിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സർക്കിളിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ, സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ which are equidistant from a fixed point in the plane. Set of all points in a plane, കുറേ പോയിന്റുകളുടെ കൂട്ടമാണ്. which are equidistant from a fixed point. ഈ പോയിന്റുകളെല്ലാം ഒരു പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ which are equidistant from a fixed point. The fixed point is called the center of the circle. ഈ ഫിക്സഡ് പോയിന്റിനാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. The distance from the fixed point to one of the point, ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള അകലത്തിനെയാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് പോയിന്റുകളുടെ കൂട്ടമാണ്. ഈ പോയിന്റുകളെല്ലാം ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റ് ഇതെല്ലാമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഈ ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ ഈ ഫിക്സഡ് പോയിന്റിനെയാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. റേഡിയസ് R. ഓക്കെ, റേഡിയസ് R. ഇതാണ് സർക്കിളിൻ്റെ ഡെഫിനിഷനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണം. കുറേ പോയിന്റുകളുടെ കൂട്ടമാണ്. ഈ പോയിന്റുകളെല്ലാം ഒരു പോയിന്റിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. ആ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആ സെൻറ്ററും ആ ഒരു പോയിന്റ്, വൺ ഓഫ് ദി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റായിട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? എല്ലാ പോയിന്റായിട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? റേഡിയസ് എന്ന് വിളിക്കാം. അപ്പോൾ 2 ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഒന്ന് സെൻറ്റർ ഒറിജിൻ ആകുമ്പോൾ ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ. സെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ, സെൻറ്റർ ഒറിജിൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഒറിജിൻ ആയിട്ടാണ് നമ്മൾ പടം വരയ്ക്കുന്നത്. സെൻറ്റർ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 ആണ് കോർഡിനേറ്റ്. വെളിയിലത്തൊരു പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? റാൻഡമായിട്ടൊരു പോയിന്റ്. ഇത് X ആക്സിസും ഇത് Y ആക്സിസും അല്ലേ? അപ്പോൾ അവിടെ അടയാളപ്പെടുത്തുന്ന പോയിന്റ് XY അല്ലേ? ഈ അകലം എന്താടാ? സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? റേഡിയസ് വെച്ച് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് പറയുമ്പോൾ x2 - x1 ² + y2 - y1 ² അങ്ങനെയാണെങ്കിൽ അതാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു അകലം എന്ന് പറയുന്നത് x2 - x1 എന്ന് വെച്ചാൽ x - 0 ² + y - 0 ² ഈക്വൽ. അത് ചെയ്യുമ്പം കിട്ടുന്ന ആരാ? R അല്ലേ? എന്ന് പറഞ്ഞാൽ √(x - 0) x² + y². ഈ അകലം കാണുമ്പോൾ കിട്ടുന്ന ഉത്തരം R ആണ്. ഈ റൂട്ട് അപ്പുറത്ത് പോയാൽ x² + y² = റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ R². ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇത് പഠിച്ചാൽ മതി. വന്ന രീതി ഞാൻ പറഞ്ഞതാണ്. ഈ സെൻറ്ററും ഈ പോയിന്റും തമ്മിലുള്ള അകലം കാണുന്നത് ഏത് ഫോർമുല വെച്ചാൽ? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചാണ് കാണുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് അകലം കാണുന്നത് ഈ പോയിന്റ് x1 y1, ഇയാൾ x2 y2 ആയിട്ട് കൺസിഡർ ചെയ്താൽ x2 - x1 ² + y2 - y1 ² റൂട്ട് ഓഫ് ആ ഒരു ഇത് തമ്മിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, R ആണെന്ന് പറയാം. ഈ കാണുന്ന ഉത്തരം R-ന് ഈക്വലാണ്. ഓക്കെ, അതാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇനി എടാ സെൻറ്റർ ഒറിജിൻ അല്ലേ? എപ്പോഴും സെൻറ്റർ ഒറിജിൻ വരത്തില്ല. വേറെ എവിടെയെങ്കിലും പോയിന്റ് വരാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ്, വെളിയിലത്തെ പോയിന്റിനെ നമുക്ക് XY എന്ന് തന്നെ വിളിക്കാം. ഈ അകലത്തിനെ നമുക്ക് റേഡിയസ് എന്ന് തന്നെ വിളിക്കാം. സെൻറ്ററിലെ പോയിന്റ് എപ്പോഴും 0 0 വന്നുകൊണ്ടിരിക്കുക. ഒറിജിനാണ് അല്ല, മാറും. സെൻറ്ററിലെ പോയിന്റ് മാറാം. അതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് നമ്മൾ HK എന്ന് വിളിക്കുക. HK 10ലൊക്കെ നിങ്ങൾ ചിലപ്പോൾ AB എന്നായിരിക്കും പഠിച്ചാൽ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമാണ് HK. അതുകൊണ്ടാണ് HK എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് ഫസ്റ്റ്. സെക്കൻഡ് ഇക്വേഷൻ, ഇത് സെൻറ്റർ ഒറിജിൻ ആകുമ്പോൾ സെൻറ്റർ ഒറിജിനും ഈ ഒരു ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനാണ്. ഓക്കെ, ഇത് ഫസ്റ്റ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല x2 - x1. ഇത് x1 y1.
ഇയാൾ x2y2 x2 മൈനസ് x1 റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്ന് വെച്ചാൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം റേഡിയസ് ആണ്. അപ്പോൾ ഈ റൂട്ട് അപ്പുറത്ത് പോയാൽ സ്ക്വയർ ആകത്തില്ലടാ. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ. ഈ സാധനമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ, ഒന്ന് സെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സെൻറ്റർ ഒറിജിൻ അല്ല ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു റാൻഡം പോയിന്റ് ആണെങ്കിൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇവിടെയും എച്ച് കെ ഇവിടെ ഉണ്ട്. ആ എച്ചും കെയും സെൻറ്റർ ഇവിടെ എച്ച് കെ എന്ന് ആലോചിച്ചാൽ ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. വേണമെങ്കിൽ 0 0 0 0 ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ കിട്ടത്തില്ലേ? എക്സ് മൈനസ് 0 എക്സ് സ്ക്വയർ വൈ മൈനസ് 0 വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിലോട്ട് എച്ചും കെയും ഒറിജിൻ ആകുമ്പോൾ 0 0 എന്ന് ഇട്ട് കൊടുക്കുക. അല്ലാത്തപ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെയാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ പ്രത്യേകം പഠിക്കുക, സെൻറ്റർ ഒറിജിൻ വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. കാരണം സെൻറ്റർ 0 0 അല്ലേ. അല്ലാതെ സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് വൃത്തിയായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ട. ഇത് വെച്ചുള്ള കുറച്ച് കണക്കുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ -2 3 ആൻഡ് റേഡിയസ് 4. സെൻറ്റർ -2 3 റേഡിയസ് 4 വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ ഏത്? സർക്കിളിൻ്റെ ഇക്വേഷൻ സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന്. അപ്പോൾ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കത്തില്ല ഇക്വേഷൻ എന്ന് പറയുമ്പോൾ. എച്ചിന് കേക്ക് എച്ച് ഏതാ? എച്ച് കെ സെൻറ്ററാണ്. അപ്പോൾ എക്സ് മൈനസ് എന്തിട്ട് പോവാം? -2 എക്സ് മൈനസ് 2 എക്സ് മൈനസ് -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ. എത്രയാണ്? ആറിന് പകരം 4 സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ എത്ര വരും? ശ്രദ്ധിച്ച് ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ ആരാ? എക്സ് സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 2 ഇൻറ്റു 2 4 4x പ്ലസ് ബി സ്ക്വയർ 2 സ്ക്വയർ എത്ര? 4. ഓക്കെ, പ്ലസ് വൈ മൈനസ് 3 എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു വൈ ഇൻറ്റു 3 2 ഇൻറ്റു വൈ ഇൻറ്റു 3 2 ഇൻറ്റു 3 6y എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ബി ആരാ? 3 സ്ക്വയർ 9 ഈക്വൽ ടു 16. ഈ 16 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ -16 ഈക്വൽ ടു 0 എന്ന് വരും. അവിടെ ആദ്യം എഴുതേണ്ടത് എക്സ് സ്ക്വയർ ആണ്, പിന്നെ എഴുതുന്നത് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് പിന്നെ എക്സ് ടേം പിന്നെ വൈ ടേം -6y. നമ്പേഴ്സാണ് 4 + 9 -16 ഈക്വൽ ടു 0. എഴുതി വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 6y. 9 4 കൂട്ടിയാൽ 13 വരും. 13 - 16 -3 ഈക്വൽ ടു 0. ഇതാണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ എഴുതേണ്ട രീതി ഇതാണ്. അവിടെ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചോദിക്കാം. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് ചോദിക്കാം. സെൻറ്റർ കാണുക, റേഡിയസ് കാണുക. അപ്പോൾ നമ്മൾ ജനറൽ ഫോം എഴുതണം. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് എന്താണ് വന്നേക്കുന്നത്? എച്ചിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എച്ച് എന്നാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയി. ഈ -h എന്നുള്ളത് പ്ലസ് ആയി. അപ്പം ഒരു മൈനസ് കൂടെ വന്നതുകൊണ്ടാണ് എക്സ് മൈനസ് -2 എക്സ് മൈനസ് -2 എന്ന് വരുമ്പോൾ അല്ലടാ +2 ആകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ എച്ച് എത്രയാണെന്ന്? എച്ചിൻ്റെ വാല്യൂ സെൻറ്റർ h,k എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വൈക്ക് പകരം വൈ, മൈനസിന് പകരം മൈനസ്. അപ്പോൾ കെയുടെ വാല്യൂ 3 ആണെന്ന് പറയാം. കെ 3 ആണ്. എച്ച് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പോസിറ്റീവ് വന്നാൽ സെൻറ്ററിൻ്റെ ഈ ഒരു ഫോമിൻ്റെ അകത്ത് പോസിറ്റീവാണ് വരുന്നതെങ്കിൽ സെൻറ്റർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വന്നാൽ സെൻറ്റർ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ്, നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ്. വരാനുള്ള കാരണം എന്തേ? എക്സ് മൈനസ് -2 എന്ന് വരുന്നതുകൊണ്ടാണ്. -2 എക്സ് മൈനസ് -2 വരുന്നതുകൊണ്ടാണ് എക്സ് പ്ലസ് 2 ആകുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് എന്ത് 2 ആണ്? -2 ആണ്. ഓക്കെ, ഇനി റേഡിയസ് 6. എടാ ആർ സ്ക്വയർ ആണ് 16. ആർ സ്ക്വയർ 16 ആണെങ്കിൽ ആർ എത്ര? 4 അല്ലേ? അപ്പോൾ അവിടുന്ന് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളെടാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്.
നമ്മൾ നേരത്തെ ഒരു ജനറൽ ഇക്വേഷൻ കണ്ടുപിടിച്ച് ഇതിപ്പോൾ തിരിഞ്ഞ് ആ ക്വസ്റ്റ്യൻ തിരിഞ്ഞ് എന്താണ് ജനറൽ ഇക്വേഷൻ തന്നിട്ട് നമ്മൾ എന്ത് കാണണം, സെൻറ്ററും റേഡിയസും കാണണം. ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, സെൻറ്റർ കാണാം, റേഡിയസ് കാണാം. രണ്ട് രീതിയിൽ കണക്ക് ചെയ്യാം. രണ്ട് രീതിയും സാറെന്ന് പറഞ്ഞുതരാം. ആദ്യം എടുത്തെഴുതുക x² + y² - 8x + 10y - 12 = 0. ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യം x² എഴുതും, പിന്നെ x ടൈം എഴുതും, -8x അടുത്തത് y² എഴുതും, y ടൈം എഴുതും, y² + 10y = 12. പിന്നെ നമ്പറിനെ അപ്പുറത്ത് കൊണ്ടുപോകുക, -12 അപ്പുറത്ത് പോകുമ്പോൾ +12. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യും. ഈ x² + 8x y² + 10y ഇത് കംപ്ലീറ്റ് ആയി കിടക്കുകയല്ല, ഒരു സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് പവറുണ്ട്, ഫസ്റ്റ് പവറുണ്ട്, കോൺസ്റ്റൻ്റ് ഇല്ല. നമ്മൾ 10ൽ സ്ക്വയർ കംപ്ലീഷൻ പഠിച്ചവരെ x² - 8x എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് 8. 8ൻ്റെ പകുതി 8ൻ്റെ പകുതി 4. 4ൻ്റെ സ്ക്വയർ എടുക്കുക 16. ഇവിടെ ആഡ് ചെയ്യുന്ന കൂടാതെ റൈറ്റിലും ലെഫ്റ്റിലും ആഡ് ചെയ്യണം, റൈറ്റിലും ആഡ് ചെയ്യണം. ഇതിപ്പം ഇത് കംപ്ലീറ്റ് ആയി. അടുത്ത അതേപോലെ ഇവിടെയും y² + 10y വൈയുടെ കൂടെ നിൽക്കുന്നത് 10. 10ൻ്റെ പകുതി 10ൻ്റെ പകുതി 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25. ഇവിടെ ആഡ് ചെയ്ത് അപ്പുറത്തും ചെയ്യണം. ഇവിടെ ഒരു 12 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് സ്ക്വയർ കംപ്ലീഷൻ ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത 16ഉം 25 ഇവിടെയും കൂടെ കൊടുക്കണം. 16 + 25 ചെയ്താൽ ശ്രദ്ധിക്കുക. ആദ്യം x² x ടൈം എഴുതി, y² y ടൈം എഴുതി. x² ടൈമിൽ നോക്കുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇല്ല, കോൺസ്റ്റൻ്റ് വരുത്തി എക്സിൻ്റെ കൂടെ നിന്ന് 4ൻ്റെ പകുതി എടുത്ത് സ്ക്വയർ എടുത്ത് 8ൻ്റെ പകുതി 4, 4ൻ്റെ സ്ക്വയർ 16. ഇവിടെ ആഡ് ചെയ്ത് അപ്പുറത്തും ചെയ്യണം. അത് നമുക്ക് ഇത് എഴുതി കഴിയുമ്പോൾ ചെയ്യാം. അതുപോലെ വൈയുടെ ടൈം എഴുതി, അവിടെയും വൈയുടെ കൂടെ 10, 10ൻ്റെ പകുതി 5, 5ൻ്റെ സ്ക്വയർ 25. ഇവിടെ ചെയ്ത് രണ്ടുപേരെ ഇപ്പുറത്തും ചെയ്ത്. ഓക്കെ, ഇതിനെ ഷോർട്ടാക്കാൻ പോവാണ്. x² - 8x + 4² എന്നാക്കി. അടുത്തത് y² + 10y + 5² എന്നാക്കി = ഇതെല്ലാം അവിടെ കൂട്ടുമ്പം 12ഉം 16 അവിടെ കൂട്ടുമ്പോൾ 19, 20, 28, 28ഉം 5ഉം എത്ര വരും? 53 എന്ന് വരും. 53. ഇതിനെ ഷോർട്ടാക്കുന്നതാണ് a² - 2ab + b². ആ ഫോമുല അതിനെ ഷോർട്ടാക്കുന്നത് a - b². x² x എടുത്ത് 4² 4 എടുത്താൽ x - 4² എന്നാക്കി. പ്ലസ് ഇവിടെ y² y 5² 5 ഇവിടെ പ്ലസ് ആയതുകൊണ്ട് y + 5² = 53 എന്ന് എഴുതിയാൽ പോലെ. അത് ഏതിൻ്റെ r² എന്നുള്ള ഫോമിലാക്കണ്ടേ. 53 ഒന്നിൻ്റെ സ്ക്വയർ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 16 ആണെങ്കിൽ നമുക്ക് 4² എന്ന് എഴുതാമായിരുന്നു. ഒരു 49 ആണെങ്കിൽ ഒരു 7² എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ 53 ആയതുകൊണ്ട് എഴുതാൻ പറ്റാത്ത നമ്പർ റൂട്ട് ആ നമ്പർ ² എന്ന് എഴുതാം. ഇപ്പോൾ 2നെ പറ്റത്തില്ല, അപ്പോൾ √2² എന്ന് എഴുതില്ല. അതേപോലെ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഏത് ഫോമില x - h² + y - k² = r². സെൻറ്റർ ആരാ? h, k ആണ്. ഞാൻ പറഞ്ഞ ജനറൽ ഇക്വേഷനിൽ നെഗറ്റീവ് വന്നാൽ ഉത്തരം പോസിറ്റീവാണ്. 4 പോസിറ്റീവ് വന്നാൽ ഉത്തരം നെഗറ്റീവാണ്. അപ്പോൾ 4, -5 ആണ് സെൻറ്റർ. ഇനി റേഡിയസ് r എന്ന് പറയുന്നത് r² √53 ആണെങ്കിൽ സ്ക്വയറിന് പകരം സ്ക്വയർ, ആറിന് പകരം എത്ര? അപ്പം ആറിന് പകരം ആറിൻ്റെ വില √53. അപ്പോൾ സെൻറ്റർ 4 - 5ഉം റേഡിയസ് √53. ഓക്കെ, അപ്പം ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് ചോദിച്ചതാണ്. അപ്പം സെൻറ്ററും റേഡിയസും തന്നിട്ട് ഇക്വേഷൻ ചോദിക്കാം, ഇക്വേഷൻ തന്നിട്ട് സെൻറ്ററും റേഡിയസും ചോദിക്കാം. ഓക്കെ, ഇനി നമുക്കത് ആ സെക്കൻഡ് ടൈപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ഫോമിൽ പറയുന്നത് അവർ പറയുന്ന ഒരു സർക്കിളിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എഴുതുന്ന രീതിയാണ്. ഇതാണ് കറക്റ്റ് രീതി. x² + y² + 2gx + 2fy + c = 0. ഇതാണ് ഒരു സർക്കിളിൻ്റെ ജനറൽ രീതി എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ സെൻറ്റർ സിമ്പിളായിട്ട് പറയാം. സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ -g, -f ആണ്. സെൻറ്റർ -g, -f. ഇനി റേഡിയസ് r കണ്ടുപിടിക്കാൻ അവർക്കൊരു ഇക്വേഷൻ ഉണ്ട്. അവർ പറയുന്ന ഇക്വേഷനാണ് g² + f² - c. g² + f² - c. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടുപേരുടെ കമ്പയർ ചെയ്താൽ x² y². എടാ 2gx പകരം -8x. 2gx പകരം -8x. അപ്പോൾ 2gയുടെ സ്ഥാനത്ത് വന്നേക്കുന്ന ഏതാ? 2gയുടെ സ്ഥാനത്ത് -8. 2g - 8. 2g വരേണ്ട അടുത്ത് കമ്പയർ ചെയ്ത് നോക്കണം.
2g വരേണ്ടടുത്ത് -8. അപ്പോൾ g എത്രടാ? -8/2. ജിയുടെ വില -4. ജിയുടെ വില -4. അടുത്ത ആരെ കാണാം? ജി കിട്ടി. ഇനി അടുത്ത് എന്ത് കാണണം? ദേ കമ്പയർ ചെയ്യുക. എഫിന് 2f y ഉള്ളതുകൊണ്ടാണ് y ആയിട്ട് എടുക്കുക. 2fy എന്ന് പറയുന്നിടത്ത് 10y. വൈക്ക് പകരം y ഉണ്ട്. 2fന് പകരം 10 ആണ്. 2fന് പകരം 10. അതിൻ്റെ അർത്ഥം 2f 10 ആണെന്നാണ്. 2f 10 ആണെങ്കിൽ f എത്രയാടാ? 10/2. എഫിൻ്റെ വാല്യൂ 5. എഫിൻ്റെ വാല്യൂ 5. ഓക്കെ. ഇനി ഇവിടെ നിന്ന് എന്ത് കാണണം? റേഡിയസ് സെൻറ്റർ എഴുതാൻ പറ്റും. സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ എങ്ങനെയാണെന്ന് പറയുന്നത് സെൻറ്റർ. പിന്നെ വേണമെങ്കിൽ സിയും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. സിയുടെ വാല്യൂ സി എത്രയാണോ? സി വരുന്നിടത്ത് എന്ത് 12 വന്നേക്കുന്നത്? -12. അതുകൂടെ ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് പോവാം. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് എന്തുവാ? -g,-f എന്നല്ലേ? -g ആരാ? -4. -g എന്ന g -4 ആണ്. അപ്പോൾ -4ൻ്റെ വാല്യൂ 4. അടുത്ത എഫ് എത്ര? എഫ് 5 ആണ്. അപ്പോൾ -f എന്ന് പറയുമ്പോൾ -5. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും ഇതേ ഉത്തരവല്ലേ കിട്ടിയത്? സെൻറ്റർ കിട്ടിയേക്കുന്ന 4ഉം -5 രണ്ടും ഒരേ എന്താണ്? ഡിഫറെൻറ്റ് രീതിയാണെന്നേ ഉള്ളൂ. ഉത്തരം കിട്ടുന്നത് സെയിം ആണ്. അപ്പോൾ സെൻറ്റർ കിട്ടി. ഇനി എന്ത് കാണണം? റേഡിയസിൻ്റെ ഇക്വേഷൻ എന്തുകൂടാ? റേഡിയസ് r √g² + f² - c. g എത്ര? -4. -4ൻ്റെ സ്ക്വയർ പ്ലസ് എഫ് എത്ര? 5ൻ്റെ സ്ക്വയർ പ്ലസ് c² എന്നാണ്. അല്ല, c എന്നാണ്. g² + f² - c എന്ന c എത്ര? -12. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. പിന്നെ സിയുടെ വാല്യൂ -12. -12 √16 + 25 + 12. ഇത്രയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറാണ് √53. ഓക്കെ. അപ്പോൾ റേഡിയസ് എത്രയെന്ന് കിട്ടി? റേഡിയസ് r √53. നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ കിട്ടിയത്. സെൻറ്റർ 4 -5, റേഡിയസ് √53 സെയിം ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജനറൽ ഫോം ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. സെൻറ്റർ -g-f. ജനറൽ ഫോം ആണിതെങ്കിൽ സെൻറ്റർ -g-f ആണ്. ഓക്കെ. എക്സിൻ്റെ കൂടെ കിടക്കുന്ന ടൈമാണ് 2g. അത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്. വൈയുടെ കൂടെ ഉള്ളത് 2f. അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ ആൻസർ കാണുന്നത്. റേഡിയസ് കാണുന്ന ഇക്വേഷൻ √g² + f² - c. ചില കുട്ടികൾക്ക് ഇത് സിമ്പിളായിട്ട് തോന്നും, ചിലർക്ക് ഇതായിരിക്കും സിമ്പിൾ. അതിനാണ് സാറ് 2 ഫോമും പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ചെയ്യാം. എടാ മക്കളെ, അപ്പോൾ ചോദ്യം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിളിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പം വിത്ത് റേഡിയസ് 5. റേഡിയസ് 5 ആണ്. റേഡിയസ് 5 ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്. ഹൂസ് സെൻറ്റർ ഈസ് ഓൺ എക്സ് ആക്സിസ്. അപ്പം ഇതിൻ്റെ സെൻറ്റർ എക്സ് ആക്സിലാണ്. ഒരു പോയിൻ്റ് എക്സ് ആക്സിലാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ. ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് സെൻറ്റർ എക്സ് ആക്സിലുമാണ്. ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 2,3 പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ചാൽ എക്സ് കോർഡിനേറ്റ് വരച്ച് y വരച്ച് സെൻറ്റർ എക്സിലാണ്. എക്സിലൊരു പോയിൻ്റാണ് സെൻറ്റർ. അപ്പം സർക്കിളിൻ്റെ സെൻറ്റർ എക്സിലാണ്. ഇനി സർക്കിൾ പാസ് ചെയ്യുന്നൊരു പോയിൻ്റാണ് 2,3. ഉദാഹരണം ഇവിടെ നമ്മളൊരു അസ്യൂം ചെയ്യണം 2,3. സർക്കിൾ 2,3 പാസ് ചെയ്യുന്നു. സെൻറ്റർ എക്സ് ആക്സിലാണ്. എക്സ് ആക്സിലെ പോയിൻ്റ് ഏതാണെന്ന് പറയുന്നില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നത് സെൻട്രൽ ഇവിടെ എക്സിനെ പോയിൻ്റ് കാണത്തുള്ളൂ. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ? h,k എന്നല്ലേ? എക്സ് കോർഡിനേറ്റേ ഉള്ളൂ. അപ്പോൾ h മാത്രമേ ഉള്ളൂ. y കോർഡിനേറ്റ് 0 ആണ്. കാരണം എക്സിലൊരു പോയിൻ്റ്, അതിനെ എക്സ് ആക്സ് എന്ന് പറയുന്നത്. വേറെ എവിടെയെല്ലാമാണെന്ന് പറഞ്ഞാൽ കണക്ക് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരാളങ്ങ് പോയില്ലേ, y എന്തായി? k 0 ആയി പോയി. സെൻറ്റർ എക്സിലാണെന്ന് പറയുമ്പോൾ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് h,k ആണ്. ഇവിടെ എന്താണ്? y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് h,0. k എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഏതിലേക്കൂടെ പാസ് ചെയ്യുന്നുണ്ട്? 2,3 പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ അകലം, ഈ റേഡിയസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. റേഡിയസ് 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ആ കണക്ക് എങ്ങനെ ചെയ്യാം? സെൻറ്റർ ഏതാണ്? h,0 ആണ്. അതിൻ്റെ പാസസ് സിൻസ് സർക്കിള് പാസസ് ത്രൂ ഏതാ? പാസസ് ത്രൂ 2,3 2,3 പാസ് ചെയ്യുന്നുണ്ട്. കൂടാതെ റേഡിയസ് r എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ. r എന്ന് പറഞ്ഞാൽ 5 ആണ്. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് അറിയാതെ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. h എത്രയാണെന്ന് കണ്ടുപിടിക്കണം. x - h² + y - k² = r² എന്ന ഇക്വേഷൻ. ഓക്കെ.
എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്ന ഏതിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിനും വൈക്കും വാല്യൂ അങ്ങനെ കൊടുക്കാറില്ല. ഇക്വേഷൻ എഴുതേണ്ട സമയത്ത് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കത്തില്ല. നമ്മൾ ഏതിനെയാണ് കൊടുക്കും? എച്ചിന് വാല്യൂ കൊടുക്കും, കെക്ക് കൊടുക്കും, ആറിന് കൊടുക്കും. ആറിൻ്റെ വാല്യൂ അറിയാം 5, കെയുടെ വാല്യൂ അറിയാം 0, എച്ചിൻ്റെ വാല്യൂ അറിയത്തില്ല. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അറിയാവുന്ന ആളുകളെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ആ എച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഇക്വേഷൻ എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ ഈ എക്സിനും വൈക്കും വാല്യൂ ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ സർക്കിളിലെ പോയിൻ്റാണ് എക്സ് വൈ, എക്സ് കോമ വൈ. അപ്പം എക്സിനും വൈക്കും പകരം എത്ര കൊടുക്കും? എക്സിന് പകരം 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈക്ക് പകരം എത്രയാണോ? 3 മൈനസ് കെയുടെ വില എത്ര? ശ്രദ്ധിച്ചേ, 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിൻ്റെ വില 5 സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും? 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3 മൈനസ് 0 3 സ്ക്വയർ എത്ര? 9 ഈക്വൽ ടു 5 സ്ക്വയർ 25. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, എക്സ്പാൻഡ് ചെയ്താൽ ഒരു സെക്കൻഡ് ഡിഗ്രി ആവും. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 25 9 ഇപ്പുറത്ത് പോയാൽ -9. എടാ 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 9 16. ഈ സ്ക്വയർ ഇപ്പുറത്ത് പോയാൽ 2 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു √16. 2 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ഏതിനെ നമ്മൾ 16 തരുന്നത്? 4ൻ്റെ മാത്രമാണ് 16. -4 16 ആണ്. അപ്പോൾ ഉത്തരം +or -4. രണ്ട് ആൻസർ ഉണ്ട് എച്ചിന്. 2 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു +4 ഓർ 2 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു -4. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര? അല്ലെ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ഈ 2 അപ്പുറത്ത് പോയാൽ 4 മൈനസ് 2 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എച്ച് എത്രയാണ്? -2. എച്ചിൻ്റെ വാല്യൂ -2. അടുത്തത് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു -4 2 അപ്പുറത്ത് പോയാൽ -2 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു -6 മൈനസും മൈനസും കട്ടായാൽ എച്ച് ഈസ് ഈക്വൽ ടു 6. എച്ചിൻ്റെ വാല്യൂ 6 ആണ്. സർക്കിളിൽ 2 ഇക്വേഷൻ കിട്ടും. അപ്പം കാരണം എച്ച് ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നല്ലേ? ആദ്യം നമ്മൾ എന്തിട്ട് കൊടുക്കുക? ആദ്യം നമ്മൾ -2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് മൈനസ് എച്ച് -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ദ ഇക്വേഷനാണ് ഇടുന്നത്. ഈ ഇക്വേഷനിലോട്ട് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എത്രയാണ്? കെ 0 വൈ -0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. ചെയ്ത് വരുമ്പോൾ x+2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ -0 വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇതൊരു ആൻസർ. മറ്റൊരു ആൻസർ എക്സ് മൈനസ് എച്ചിന് പകരം എന്ത് കൊടുക്കുക? 6 എക്സ് -6 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ -0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. എക്സ് -6 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. രണ്ട് ആൻസർ ഉണ്ട്. ഓക്കെ, അപ്പം എക്സിനും വൈക്കും വില കൊടുക്കാത്ത ആ വാല്യൂ കൊടുക്കാതെ എഴുതുന്നതിനാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ നമുക്ക് ഇക്വേഷൻ എഴുതാൻ എക്സിനും വൈക്കും വില കൊടുക്കണ്ട. പക്ഷേ എച്ചും കെയും സെൻറ്ററും റേഡിയസും അറിയാതെ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ സെൻറ്ററോ റേഡിയസോ ആരെങ്കിലും ഒരാൾ അറിയത്തില്ലെങ്കിൽ എക്സിനും വൈക്കും വില ഇട്ട് കൊടുത്ത് ഒരു പോയിന്റ് തരും. അപ്പോൾ അതിന് സെൻറ്റർ റേഡിയസോ ആരെങ്കിലും ഇല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നിട്ടേ പ്രോബ്ലം ചോദിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് എല്ലാം എടുത്തിട്ട് കൊടുത്ത് ആദ്യം നമ്മൾ എന്ത് കാണുക? സെൻറ്ററാണ് അറിയാത്തതെങ്കിൽ സെൻറ്റർ കാണുക. എന്നിട്ട് ആ ഒരു പോയിന്റ് എടുത്ത് ഇട്ട് കൊടുത്ത് അവസാനം ഇക്വേഷൻ എഴുതുക. ഇതാണ് ഇക്വേഷൻ. ആദ്യം നമുക്ക് എഴുതാൻ പറ്റത്തില്ല, കാരണം നമുക്ക് എച്ചിൻ്റെ വില അറിയത്തില്ല. കെയുടെ വില പിന്നെ 0 ആണ്. എക്സ് ആക്സിലാണെന്ന് പറയുന്നുണ്ട്, വൈ കോർഡിനേറ്റ് 0. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇതൊരു ക്വാഡ്രാറ്റിക് ആവും. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ ഈ കണക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുന്ന് തന്നെ ചെയ്തു വന്നാൽ സിമ്പിളായിട്ട് ചെയ്ത് മാറ്റാം. രണ്ടാമത്തെ കോണിക്കായ പരാബോളയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പരാബോളയുടെ സർക്കിളിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിഷൻ പരാബോളയ്ക്കും ഉണ്ട്. പരാബോള പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ, കുറേ പോയിന്റുകളുടെ കൂട്ടമാണ്, വിച്ച് ആർ ഇക്വി ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് എ ഫിക്സഡ് ലൈൻ. ഒരു ലൈനിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന കുറേ പോയിന്റുകളുടെ കൂട്ടത്തിനാണ്, അങ്ങനെ ട്രേസ് ചെയ്യുന്നതിനാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്നതാണ് ഫോക്കസ്. ഇതൊരു ലൈനാണ്, ഇതൊരു പോയിൻ്റാണ്. ആ ലൈൻ്റെയും പോയിൻ്റെയും
പോയിന്റിനും ഇടയ്ക്കായിട്ട് ഇടുന്ന കുറേ പോയിന്റുകളുടെ കൂട്ടം. ഈ അകലം സെയിം ആയിരിക്കും ഇവർ തമ്മിലുള്ള അകലം. ഇപ്പോൾ ഉദാഹരണം ഈ പോയിന്റ്, ഈ ഒരു പോയിൻ്റായിട്ട് നമ്മൾ ഇവിടെ P1 എന്ന് വിളിക്കുകയാണ്. ഇത് P2 എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇവിടെ നമ്മൾ ഇതിനെ ഇവിടെ വരുന്നതിനെ B1 എന്നും B2 എന്നും വിളിക്കുകയെന്ന് വിചാരിക്കുക. B1 B2 എങ്കിൽ ഈ അകലം കണ്ട P1F, P1ഉം F ആയിട്ടുള്ള അകലവും P1ഉം B1ഉമായിട്ടുള്ള അകലവും സെയിം ആയിരിക്കും. ഇനി അടുത്തത് P2ഉം Fഉം ഈ അകലവും P2ഉം B2ഉം തമ്മിലുള്ള അകലവും സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം 10 ആണെങ്കിൽ ഇങ്ങോട്ടുള്ള അകലവും 10 ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ അറേഞ്ചായി നിന്നാൽ ആ ഷേപ്പ് എന്തായി? ഒരു പരാബോളയായി. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ പരാബോളയെക്കുറിച്ച് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ആ ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ പരാബോളയുടെ ഫിക്സഡ് പോയിന്റ് നമ്മൾ വിളിക്കുന്നതാണ് ഫോക്കസ്. ഫോക്കസ് ഓഫ് ദി പരാബോള, ഫോക്കസ് അല്ലെങ്കിൽ എഫ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ ഇത് എക്സ് ആക്സ് ആണ്, ഈ പോകുന്നത് വൈ ആക്സിസ്. ഇത് വൈ ഡാഷ്, ഇതേതാണ് എക്സ് ഡാഷ്. ശ്രദ്ധിച്ചോണം അത് ഫോക്കസ് കേട്ടോ. ഫോക്കസ് എവിടെയാണ്? എക്സിലാണ്. അതുകൊണ്ട് ഈ പരാബോളയുടെ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ആക്സിസ് ഓഫ് പരാബോളയാണിത്. പരാബോള എക്സ് ആക്സിസ് ആണ് ഈ പരാബോളയുടെ. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് വിളിക്കുന്നുണ്ട് വെർട്ടെക്സ്. വെർട്ടെക്സിൻ്റെ പോയിന്റ് 0 0 ആണ് കേട്ടോ. ഒറിജിനലാണ് വെർട്ടെക്സിൻ്റെ പോയിന്റ് 0 0. ഇവിടെ ഈ വരയെ വിളിക്കുന്നതാണ്, ഈ ഒരു വരയാണ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഓഫ് ദി പരാബോള എന്ന് പറയുന്നത്. ഡയറക്ട്രിക്സ് ഓഫ് ദി പരാബോള. ഇവിടുത്തെ പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലത്തിന് നമ്മൾ എ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കോർഡിനേറ്റ് ആയിട്ട് പറഞ്ഞാൽ A0. ഈ അകലം എ ആയതുകൊണ്ടും എക്സിലെ പോയിന്റ് ആയതുകൊണ്ടും A, Y ഇല്ല, അതുകൊണ്ട് A0. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടുള്ള അകലവും ഈ അകലവും സെയിം ആണ്. എങ്കിൽ ഈ പോയിന്റ് ഏതായിരിക്കും? ഇത് എ ആണെങ്കിൽ ഇത് നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് -A. ഇതിനെ എന്താ വിളിക്കുന്നത്? ഈ ലൈനിനെ വിളിക്കുന്നത് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിന് ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇവിടെ ഈ ലൈൻ ഇതിലേക്കൂടെ കടന്നു പോകുന്നത്. ഇത് ഏത് പോയിൻ്റാണ്? എക്സ് എന്ന് പറയുന്ന ആക്സ് അല്ലേ? എക്സ് -A അല്ലേ കടന്നു പോകുന്നത്? എക്സ് -A ഈ ലൈൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ലൈൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ ലൈൻ ഇതിലേക്കൂടാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ്റെ ഇക്വേഷനായി. ഈ ലൈൻ -A കടന്നു പോകുന്നു, അതാണ് ലൈൻ്റെ ഇക്വേഷൻ. കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ ഈ എക്സ് -A ഇപ്പുറത്ത് വന്നാൽ +A, എക്സ് +A = 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഓക്കെ, അപ്പം ഡയറക്ട്രിക്സ് അതിൻ്റെ ഇക്വേഷനാണ്. അത് -A കടന്നു പോകുന്നുണ്ട്, x =-A. ഇനി ഇക്വേഷനായിട്ട് എഴുതിയാൽ x + A = 0. ഇവിടുത്തെ പോയിന്റ് A ആണ്, അതുകൊണ്ട് ഫോക്കസ് A, 0. ഓക്കെ, ഇനി ഏത് ആക്സിലാണ് ഈ പരാബോള നിൽക്കുന്നത്? ഒരു 4 പരാബോളയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ഇനി വൈയുടെ മണ്ടക്കോട്ട് അപ്പ് ഡൗൺ, 4 എണ്ണം. അത് 4 നമുക്ക് വരച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഇക്വേഷനും എല്ലാം ഫോക്കസും എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ആക്സിസ് എക്സ് ആക്സിലാണ് പരാബോള. ഈ പരാബോള നിൽക്കുന്ന എക്സ് ആക്സിലാണ്. വെർട്ടെക്സ് 0, 0. ഒരാളും കൂടെ പറയാനുണ്ട്. എടാ, ഈ പരാബോളയുടെ ഒരു പോയിന്റ് എടുത്തിട്ട് അതിന് അവിടുന്ന് ഒരു ലൈൻ വരച്ച് ഫോക്കസിലൂടെ കടന്നു പോയി അപ്പുറത്ത് എൻഡി വന്ന് മുട്ടുന്നു. ആ എൻഡിൽ നിന്ന് തുടങ്ങി വരച്ച് ഫോക്കസിൽ കൂടെ കടന്നു പോയി അടുത്ത എൻഡി വന്ന് മുട്ടുന്നു. ഈ ഒരു വരയെ നമ്മൾ വിളിക്കുന്നതാണ് ലാറ്റസ് റെക്റ്റം. ഇതിനെ വിളിക്കുന്നതാണ് ലാറ്റസ് റെക്റ്റം, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്നൊക്കെ നമ്മൾ പറയും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇത് ലാറ്റസ് റെക്റ്റമാണ്. ഇതിൻ്റെ ലെങ്തിനെ പറയുന്നതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4A ആണെന്നാണ് പറയുന്നത്. 4A, 4A ആണെന്ന്. ഈ അകലം A ആണെങ്കിൽ ഇത് 4A ആണെന്ന് പറയുന്നത്. ഈ അകലം 2A, ഇങ്ങോട്ടും 2A, അങ്ങനെ ടോട്ടൽ 4A. ഓക്കെ, ഇനി 4 ടൈപ്പ് പരാബോള ഏതൊക്കെയാണെന്നൂടെ നമ്മൾ വരച്ച് അതുകൂടെ ഒന്ന് പഠിച്ചാൽ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ. മക്കളെ, എടാ, അപ്പോൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചിരിക്കണം സാറ്. ഇത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് വരച്ചെടുക്കുക ചെയ്താൽ മതി. എടാ, ഞാൻ പറഞ്ഞു ആദ്യം റൈറ്റ് സൈഡിലോട്ട് എക്സ് ആക്സിൽ തന്നെ റൈറ്റിലോട്ട് വരുന്ന പരാബോളയുണ്ട്, ലെഫ്റ്റിലോട്ട് വരുന്നുണ്ട്. റൈറ്റിലോട്ട് വരുന്ന പരാബോളയുടെ ഇക്വേഷനാണ് y² = 4ax. അപ്പം എക്സിലാണ് നിൽക്കുന്നതെങ്കിൽ ഇക്വേഷൻ y² = 4ax. എക്സിലാണെങ്കിൽ, പോയിന്റ് എക്സിലാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ്, എക്സിലാണ് പരാബോള നിൽക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് നിൽക്കുമ്പോൾ y² = 4ax. അപ്പോൾ ലെഫ്റ്റിലോട്ടാകുമ്പോൾ -4ax. അപ്പോൾ y² എന്ന് പറഞ്ഞ ഇക്വേഷൻ തുടങ്ങിയാൽ അത് എക്സ് ആക്സിൽ നിൽക്കുന്നതാണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വെർട്ടെക്സ് 0, 0. അത് എല്ലാത്തിൻ്റെയും 0, 0 ആണ്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഈ ഒരു ലെങ്ത് ഇതിലേക്കൂടെ കടന്നു വന്ന്
ഫോക്കസിലൂടെ കടന്ന് അപ്പുറത്ത് പോകുന്ന ലെങ്ത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത് 4a ആണ്. എല്ലായിടത്തും സെയിം ആണ്, ലെങ്തിന് മാറ്റില്ല, എല്ലായിടത്തും ലെങ്ത് 4a തന്നെ. ഇനി ഫോക്കസ് ദേണ്ട എ ഇവിടെ ഏതാണ്, എക്സിലെ പോയിന്റ് ആയതുകൊണ്ട് a,0. ഇനി ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡയറക്ട്രിക്സ് എയിലേക്കൂടെ എക്സ് മൈനസ് എയിലൂടെ കടന്നു പോയാൽ ഇക്വേഷൻ എങ്ങനെയാണ്, -a ഇപ്പുറത്ത് വന്നാൽ x + a = 0. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ്. ഓക്കെ, ഇനി ആക്സിസ്, ഇത് ഏത് ആക്സാണ്, ഈ പരാബോള എക്സ് ആക്സിലാണ്. അടുത്തത് പറയാം. ലെഫ്റ്റ് സൈഡിലോട്ട് നിൽക്കുകയാണെങ്കിൽ y² = -4ax ആണ്. അപ്പോഴും വെർട്ടെക്സ് 0 0, ലാറ്റസ് റെക്റ്റം 4a തന്നെയാണ്. അപ്പോഴും ആക്സിസ് നെഗറ്റീവ് ഒന്നും നമ്മൾ പറയത്തില്ല, എക്സ് എന്ന് തന്നെ പറയത്തുള്ളൂ. ഓക്കെ, ഫോക്കസ് അതെ എക്സിൻ്റെ നെഗറ്റീവ് സൈഡാണ്, അതുകൊണ്ട് എക്സിൽ തന്നെയാണ്, നെഗറ്റീവ് സൈഡായതുകൊണ്ട് -a 0. ഇനി ഡയറക്ട്രിക്സ് ഏതാടാ, എയിലൂടെ കടന്നു പോകുന്നത്. അതപ്പം ഇപ്പുറത്ത് വരുമ്പോൾ ഇക്വേഷൻ 0 ആക്കിയ ഇക്വേഷൻ പറയേണ്ടത്, എ ഇപ്പുറത്ത് വന്നാൽ x - a = 0. അടുത്തത് ഫോക്കസ്, അടുത്ത പരാബോള അപ്പായിട്ട് നിൽക്കുന്നൊരു പരാബോളയാണ്, അപ്പായിട്ട് നിൽക്കുന്ന പരാബോള അങ്ങനെ പഠിച്ചാൽ മതി. വൈയിലാണ് നിൽക്കുന്നത്, y ആക്സിലാണ് നിൽക്കുന്നത്. ആക്സ് ചോദിച്ചാൽ y ആണ്, ഇവിടുത്തെ ആക്സ് y ആണ്. അപ്പോൾ ഏതാണ് ഇക്വേഷൻ, x² = 4ay. ഫോക്കസ് ശ്രദ്ധിക്കട, വൈയിലാണ് പോയിന്റ്, വൈയിലാവുമ്പം അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. 0, പോസിറ്റീവ് വൈയിലായതുകൊണ്ട് 0, പോസിറ്റീവ് എ. ഇവിടെ വരുമ്പോൾ അതെന്ത് വരും, താഴോട്ടാകുമ്പോൾ ഡൗൺ ആകുമ്പം 0, - എന്ന് വരും. ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഫോക്കസിൻ്റെ നേരെ, ഫോക്കസ് പോസിറ്റീവിലാണ് നിൽക്കുന്നതെങ്കിൽ ഡയറക്ട്രിക്സ് നെഗറ്റീവിലായിരിക്കും. നെഗറ്റീവ് നിൽക്കുകയാണ്, y = -a ആണ് ഇക്വേഷൻ. പക്ഷേ നമ്മൾ ആ -a ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഇക്വേഷൻ ആക്കി പറയുമ്പം y + a = 0. ഇവിടെ ആണെങ്കിൽ a ഇപ്പുറത്ത് വന്നാൽ y - a = 0. ഇതെന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, നല്ലോണം ക്ലിയർ ആക്കി വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക, വരച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഇതറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മുടെ പരാബോളയുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ്, ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള. ചിലപ്പോൾ ഇത് മൂന്നും ചോദിക്കണമെന്നില്ല, ഇത് ഏതെങ്കിലും 2 ഒരെണ്ണം ഒക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് കണ്ടുപിടിച്ച് നോക്കുക. ഫോക്കസ് കാണുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണുന്നത് എങ്ങനെയാണ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണുന്നത് എങ്ങനെയാണ്. ഒരു 4 ചോദ്യം, 4 ടൈപ്പിൽ നിന്നുള്ള 4 ചോദ്യം നമ്മൾ എഴുതിയിരിക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം, y² = 12x. ഇത് ഏത് ടൈപ്പാണ്, നമ്മൾ 4 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് y² = 4ax - 4ax, x² = 4ay, x² = -4ay. അതിൽ y² എന്ന് തുടങ്ങുന്ന ഏതാ, y² എന്ന് തുടങ്ങി പോസിറ്റീവ് വരുന്ന ഏതല്ലേടാ, y² = 4ax അല്ലേ. അപ്പോൾ ഇത് ആ ടൈപ്പ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അറിയാം, അത് y² = -4ax. അപ്പം 4ax ഇവിടുന്ന് ഫോക്കസ് അല്ലേ കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ a കാണണം, y² പകരം y², 4ax പകരം 12x, 4a സ്ഥാനത്ത് 12 ആണ്, 4a 12 ആണ് എങ്കിൽ a എത്രയാടാ, 12/4 എത്ര വരും, എയുടെ വാല്യൂ 3 എന്ന് വരും. a എത്ര എന്ന് കിട്ടി, 3 എന്ന് കിട്ടി. a 3 എന്ന് കിട്ടിയാൽ ഫോക്കസ് എങ്ങനെയാണ് എഴുതുന്നത്, ഫോക്കസ് = a,0 എന്നല്ലേ, എന്ന് പറഞ്ഞാൽ 3,0. അടുത്തത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x + a = 0 എന്നാണ്. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും -a കടന്നു പോകും. അപ്പോൾ x + a = 0, x + a = 0, x + a ആരാ, x + 3 = 0. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, LR അല്ലെങ്കിൽ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 4a എന്നാണ്. 4a ആണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്. 4 × എയുടെ വാല്യൂ 3 അങ്ങനെ കണ്ടുപിടിക്കണം, വേണ്ട. കാരണം എപ്പോഴും ഈ ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെ വരുന്നത് ലാറ്റസ് റെക്റ്റം, ഈ ഒരു പോർഷനിൽ വരുന്നത് ലാറ്റസ് റെക്റ്റം ആയിരിക്കും. y² = 4x കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഏതാണ് ലാറ്റസ് റെക്റ്റം, ഇതായിരിക്കും. 4aക്ക് പകരം വന്നേക്കുന്നത് 4a 12 അല്ലേടാ, എഴുതി വെച്ചിട്ടുണ്ട് 4a 12 ആണെന്ന്. അപ്പോൾ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എത്ര, 12. കാണുന്ന ക്വസ്റ്റ്യനിലെല്ലാം ലാറ്റസ് റെക്റ്റം ഈ ഒരു വാല്യൂ ആണ്. ഇപ്പോൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ആണ്, ഒരു ലെങ്ത് ആണ്. അപ്പോൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്ന ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുക്കാവുള്ളൂ. അടുത്തത് രണ്ടാമത്, ഇത് ഏത് ടൈപ്പാണ്, ഇത് ഏത് ടൈപ്പാണ്, y² = -4ax. അപ്പം ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ചിലർ 4a = -8 എന്ന് എഴുതും, അത് തെറ്റാണ്. കാരണം y² പകരം y², മൈനസിന് പകരം മൈനസ്,
എക്സിന് പകരം എക്സ്. അപ്പം ഓരോന്നിന് പകരം ഓരോരുത്തരുണ്ടെങ്കിൽ ബാക്കി ഇല്ലാത്തവരാണ് കമ്പയർ ചെയ്യേണ്ടത്. 8ന് പകരം ആരാ? 4a ആണ്. അതിൻ്റെ അർത്ഥം 4a 8 ആണെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതണമെന്ന് നിർബന്ധമാണെങ്കിൽ -4a = -8 എന്ന് എഴുതണം. 4a 8 ആണ്. അപ്പോൾ a = 8/4. എയുടെ വാല്യൂ 2 ആണ്. എയുടെ വാല്യൂ 2. അപ്പോൾ ഫോക്കസ് എങ്ങനെ എഴുതും? ഫോക്കസിൻ്റെ ഫോം എങ്ങനെയാടാ? ഫോക്കസിൻ്റെ ഫോം -a0 എന്നല്ലേ? -a0 എന്ന് പറഞ്ഞാൽ -2 0. അതുപോലെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തുവാണ്? x - a = 0 എന്നല്ലേ? എന്ന് പറഞ്ഞാൽ എന്ത് വരും? x - a എത്ര? 2 ആണ്. x - 2 = 0. അടുത്ത ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, LLR, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a ആണ്. 4a എത്രയാണ്? 8. അപ്പം ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 8 ആണ്. ഓക്കെ, ഒരു വട്ടം 1 മാർക്ക് ചോദിച്ചാണ്. ഒരു ഇക്വേഷൻ തന്നിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എത്രയാണെന്ന്. ഇക്വേഷൻ്റെ കൂടെ എപ്പോഴും അവിടെ കിടക്കുന്ന ആ ഒരു വാല്യൂ ആണ്, ആ ഒരു നമ്പർ ടൈം ആണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്. ഇപ്പോൾ ഇവിടുത്തെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എത്ര? 6 ആണ്. സിമ്പിളായിട്ട് പറയാം. ഇത് ഏത് ടൈപ്പാണ്? തേർഡ് ടൈപ്പ്. നിൽക്കുന്ന പരാബോള, അപ്പായിട്ട് നിൽക്കുന്ന പരാബോള. ഇവിടുന്ന് കമ്പയർ ചെയ്യാം. x² = 4ay എന്ന ഇക്വേഷൻ. അവിടുന്ന് കമ്പയർ ചെയ്യാം. 4a വാല്യൂ 6 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 6/4. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? കട്ട് ചെയ്യുമ്പോൾ 3/2 എന്ന് വരും. എയുടെ വാല്യൂ 3/2. അപ്പം ഫോക്കസ് എങ്ങനെ എഴുതൂടാ? ഫോക്കസ് എവിടെയാണ്? എക്സിൽ പോയിൻ്റ് ഉണ്ടായില്ല, വൈയിലാണ് പോയിൻ്റ്. അപ്പായിട്ട് നിൽക്കുമ്പോൾ വൈയിലാണ് പോയിൻ്റ്. അപ്പം x0 ആണ്. 0,a എന്നാ ഫോം. 0,a ആരാ? 3/2. 0,3/2. അടുത്ത ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണ്? ഇത് വൈയുടെ ആണ്. വൈ ഏതാണ്? വൈ നെഗറ്റീവ് സൈഡിലൂടെ. ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ വൈ നെഗറ്റീവ് ആയിരിക്കും. താഴെ കൂടെ പോകുന്നത്. പടം വരച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഡയറക്ട്രിക്സ് പോകുന്നത്. y = -a എന്നാണ്. പക്ഷേ ഇപ്പുറത്ത് വരുത്തി എഴുതുമ്പോൾ y + a = 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ y + 3/2 = 0. ഇത് വേണേൽ സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ ഇട്ടാലും മതി. അടുത്ത ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എപ്പോഴും 4a. 4a 6 ആണ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ഈ ചോദ്യം ഇതുപോലെ തന്നെയാണ്. ഈ 2 ചെയ്തത് വെച്ച്, ഈ 2 ചെയ്ത ഐഡിയ വെച്ച് ഇതൊന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ 3 ചെയ്ത ഐഡിയ വെച്ച് അത് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. അതിലേക്ക് പോവാം. ഈ ഒരു പരാബോള സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻസ്. അപ്പം നേരത്തെ തന്നിരുന്നത് ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്താണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സും എന്താണ് ഫോക്കസും ഒക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, തിരിയും ക്വസ്റ്റ്യൻ. ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ ഫുൾ ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ആദ്യം ഇക്വേഷൻ തന്നിട്ട് പോയിന്റ്സ് ഓരോ വാല്യൂസ് കാണാനാണെങ്കിൽ പിന്നെ കുറേ വാല്യൂസ് തന്നിട്ട് ഇക്വേഷൻ കാണാനും ചോദിക്കും. ഈ 2 ടൈപ്പ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എടാ ഫോക്കസ് 6,0. ഫോക്കസ് 6,0 എന്ന് പറയുമ്പോൾ ഫോക്കസ് a,0യുടെ ഫോമിലാണ് വന്നേക്കുന്നത്. ഫോക്കസ് a,0 6,0. അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x = -a ഫോമില. അപ്പോൾ ഇത് ഏതിൻ്റെയാണ്? ഇത് ഏത് പരാബോളയാണ്? നമ്മുടെ ആദ്യത്തെ പരാബോള, റൈറ്റിലൂടെ നിൽക്കുന്ന പരാബോള. ഫോക്കസ് എക്സിലാണ്. എക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ എക്സിൻ്റെ ഇതാണ് a0 വരുന്ന പരാബോള. ഏതായി പരാബോളയുടെ ഇക്വേഷൻ? എയുടെ വാല്യൂ എത്ര? അതേപോലെ എക്ക് പകരം വന്നേക്കുന്നത് 6 ആണ്. ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഓഫ് പരാബോള ഏതാടാ? y² = 4ax ആണ് ഇക്വേഷൻ. y² = 4ax. അപ്പോൾ 4 × a എത്ര? 6 × x. y² = 4 × 6 24. ഇതാണ് ആൻസർ. y² = 24x ആണ് ആൻസർ. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട ഏത് ഫോമിലാണെന്ന് മനസ്സിലാക്കുക. a0 ഫോമിലാണ്. a0 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെ നിൽക്കുന്ന പരാബോള. അപ്പോൾ അവിടെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഫോക്കസിൻ്റെ കോർഡിനേറ്റ് a,0 എന്നായിരിക്കും. അത് ആ ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ. y² = 4ax. അടുത്തത് x0 ആണ്. 0, ഫോക്കസ് ഏത് ഫോമില? 0,-a ഫോമില. 0,-. ഫോക്കസ് വൈയിലാണ്. വൈയുടെ തന്നെ മൈനസിലാണെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കും പരാബോള. ഇങ്ങനെ നിൽക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ ഏതാണ്? ഇവിടുത്തെ പോയിന്റ് 0,-. ഇതിൻ്റെ ഇക്വേഷനാണ് ഏത്? x² = -4ay. x² = -4ay. -aക്ക് പകരം -3 എന്ന് പറഞ്ഞാൽ a എത്രയാണെന്നാ? 3 ആണെന്നാ. -a = -3 എന്ന് പറഞ്ഞാൽ a 3 ആണെന്നാ. ഇക്വേഷൻ x² = -4ay. x² = -4 × a എത്രയാണ്? a 3 ആണ്. y. x² = 4 × 3
-12y. ഓക്കെ, ക്വസ്റ്റ്യൻസ് രണ്ടും വൃത്തിയായിട്ടൊന്ന് നോക്കുക. അപ്പം ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലത്തെ പോയിന്റ് തന്നിട്ട് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം, പോയിന്റ് തന്നിട്ട് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം, ഇക്വേഷൻ തന്നിട്ട് പോയിന്റ് എഴുതാൻ ചോദിക്കാം. ഈ രണ്ട് കണക്കും ഈ ഇക്വേഷനിൽ നീ പോയിന്റ് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. ഈ രണ്ടെണ്ണം അതിൽ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഒരു പോയിന്റ് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ സെക്ഷൻ തീർന്നിട്ടുണ്ട്. അപ്പം സർക്കിള് പരാബോള എന്ന് പറഞ്ഞ 2 സെക്ഷൻ തീർന്നിട്ടുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പാർട്ട് 2മായി നമ്മൾ വരുന്നതായിരിക്കും. എലിപ്സും ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ ഇത് കണ്ട് ഇതിൻ്റെ നോട്ട് എഴുതി വെച്ച് പഠിക്കുക. നോട്ട് എഴുതി വെച്ച് പഠിച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.